അടുത്ത വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാസർഗോഡ് ബദിയടുക്കയിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി എത്തുന്നു. മർദ്ദനമേറ്റ അജിത്തിന്റെ കുടുംബം യാതൊരു തെറ്റും ചെയ്യാതെ പോലീസ് മർദ്ദിച്ചു എന്നുള്ളതാണ് ആരോപണം. രാത്രി വീട്ടിലെത്തി ബലം പ്രയോഗിച്ചുകൊണ്ടാണ് അജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തത്. പോലീസ് വാഹനമില്ലാതെ മഫ്തിയിലാണ് ഈ പോലീസുകാർ വന്നത്. ബന്ധുക്കളുടെ മുന്നിൽ വെച്ചും സ്റ്റേഷനിൽ വെച്ചും ക്രൂരമായി മർദ്ദിച്ചുവെന്നും ബന്ധുക്കൾ പറയുന്നു. അടക്കമോഷണം ആരോപിച്ചുകൊണ്ടാണ് അജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. സംഭവിച്ചത് പറഞ്ഞാൽ ഇപ്പം 3 പേര് പോലീസ് വന്നു. അപ്പം നമ്മ 4 ഇടുന്നുണ്ടായിരുന്നു. അനിയനോട് ചോദിച്ചു നിന്റെ പേര് എങ്ങനെ? അപ്പോൾ ഓന് പറഞ്ഞു എൻ്റെ പേര് ഇങ്ങനെ. അപ്പം അങ്ങനെ പറയുമ്പോൾ അജിത്ത് നിന്ന് പറയുമ്പോൾ ഓനെ കോളർ പിടിച്ചിട്ട് തച്ചിട്ട് ഓരോ കൊണ്ടുപോയി മീത്ത് കൊണ്ടുപോയിട്ട് കുറേ സമയം ഉണ്ട്. അപ്പം നോക്കി എന്ത് ഇവന് വരുന്നില്ല നോക്കുമ്പോൾ ഇവർ കാറിൽ കൊണ്ടുപോയി. അപ്പം നമ്മ കുറേ വിളിച്ചോണ്ട് ഫോണിലേക്ക് ഓന് ഫോണേ എടുക്കുന്നില്ല. പോലീസ് വാഹനത്തിലാണോ? അല്ലല്ല, കാറിൽ കൊണ്ടുപോയത്. അവർ ഡ്രസ്സിലുണ്ടായിട്ടില്ല, ഈ കളർ ഡ്രസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. എൻക്വയറി ആക്കിയിട്ട് കൊണ്ടുവന്ന് വിട്ടത് ഓരോ വണ്ടിയിൽ തന്നെ, പോലീസ് വണ്ടിയിൽ തന്നെ കൊണ്ടുപോയത്. പിന്നെ ഓൻ വന്നിട്ട് പറഞ്ഞു എന്നെ കാറിൽ കുറെ തച്ചു, പിന്നെ സ്റ്റേഷനിൽ തച്ചു എല്ലാം പറഞ്ഞു. തെറ്റ് ചെയ്യാത്തന്നെ ഞാൻ എന്തിന് ഇതാക്കണം? അപ്പൊ അവർ പറഞ്ഞു നീ തെറ്റ് ചെയ്തിനി, നീ എന്നെല്ലാം ചെയ്ത്, അപ്പൊ എല്ലാം കുറ്റം നിനക്ക് തന്നെ ഇടുന്നു എല്ലാം പറഞ്ഞോലു. ഓൻ തെറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ അവർ പറയാൻ അങ്ങനെ? അപ്പൊ ഓന വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ ഇങ്ങനെ എനിക്ക് കുറെ തല്ല് കൊടുത്തമ്മ, എന്താക്കണമ്മ കറിഞ്ഞിട്ട് ഞാൻ ചാവിന് പോയിട്ട് എൻ്റെ മാണമരിയിട്ട് പോയമ്മ, ഞാൻ ചാവിന്. അപ്പൊ ഞാൻ ചാണ്ട് മോനെ എന്തെങ്കിലും എനിക്ക് പറയാറില്ല പറഞ്ഞു ഞാൻ അങ്ങനെയായിട്ട്. അരുൺ പൂപ്പറമ്പയുണ്ട് നമുക്കൊപ്പം. അരുൺ, കട്ടവനെ കിട്ടിയില്ല എങ്കിൽ കിട്ടിയവനെ പിടിക്കുക. വളരെ സിമ്പിളായിട്ട് പോലീസ് നടപ്പിലാക്കാൻ ശ്രമിച്ചു, മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു. കാക്കിക്കുള്ളിലെ ഗുണ്ടകൾ തന്നെയാണ് ഈ പണിയൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനുശേഷം ഈ ചെറുപ്പക്കാരനെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചതാണ് കുറ്റം. പിന്നീട് 3 പേർ പിടിയിലാവുകയാണ്. സ്റ്റേഷനിലെത്തിച്ച് ഉടുതുണി അഴിച്ചുപോലും അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മാനനഷ്ടം, ശാരീരിക പ്രയാസം, ബുദ്ധിമുട്ട്, ഇതിനൊക്കെ ആരിന് സമാധാനം പറയും അരുൺ? ഷിഹാസ്, അത് തന്നെയാണ് ആ കുടുംബം ചോദിക്കുന്നത്. ഒരു മോഷണം നടന്ന സ്ഥലത്തെ CCTVയിൽ ഈ പ്രതിയുടെ രൂപസാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതിൽ പതിഞ്ഞിട്ടുള്ള പ്രതിയുടെ രൂപസാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏത്തടുക്ക സ്വദേശിയായിട്ടുള്ള അജിത്തിനെ 8-ാം തീയതി രാത്രി പോലീസ് സംഘം എത്തി വീട്ടിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയത്. അതിൽ പോലീസ് വാഹനം, ഔദ്യോഗിക വാഹനത്തിലല്ല വന്നത്, ഒരു കാറിലാണ് വന്നത്. മഫ്തി ഡ്രസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എത്തി ഈ ബന്ധുക്കളോട് ഒരു കാര്യവും പറയുന്നില്ല. എന്താണ് ഈ സംശയം, എന്താണ് ഈ കേസ് എന്നതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണവും പോലീസ് നൽകുന്നില്ല. ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അതിനിടയിൽ അവിടെ വെച്ചും മർദ്ദനമുണ്ടായി എന്ന് ഈ കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി സ്റ്റേഷനിൽ വെച്ചും ക്രൂരമായ രീതിയിൽ, അതായത് ഉടുതുണി ഉൾപ്പെടെ അഴിപ്പിച്ച് മർദ്ദിച്ചു എന്നതാണ് അജിത്തിന്റെ പരാതിയിൽ പറയുന്നത്. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് അജിത്തല്ല ചെയ്തത്, ആ CCTV ദൃശ്യത്തിൽ ഉള്ളത് അജിത്തല്ല, മറ്റ് പ്രതികളാണ് എന്ന് കണ്ടെത്തുകയും 3 പ്രതികളെ, യഥാർത്ഥ പ്രതികളെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും അതിനുശേഷമാണ് അജിത്ത് ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് വരുന്നത്. നേരിട്ടത് വലിയ ദുരനുഭവമാണ്. ആ കുടുംബം പറയുന്നത് ഇതൊരു കേവലം ഒരു മർദ്ദനത്തിനപ്പുറത്തേക്ക് ആ നാട്ടിൽ വലിയ നാണക്കേടാണ് ആ യുവാവിനുണ്ടായത്. ആ യുവാവിന്റെ ഭാവി ഇനി എന്താകും, ആ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. പോലീസ് ഒരു സംശയത്തിന് 2 കാര്യങ്ങളാണ് ഇതിലുള്ളത്. മർദ്ദിച്ചിട്ടില്ല എന്ന് പോലീസിന്റെ വിശദീകരണമുണ്ട്. ഇത് ആ പോലീസ് സ്റ്റേഷനിൽ ഒരു സംശയത്തിന്റെ ഭാഗമായി കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയാണ് എന്നതാണ് പോലീസിന്റെ വിശദീകരണം. അതിലൊരു അന്വേഷണം എന്തായാലും നടക്കണം. മർദ്ദിച്ചുവെന്ന് അജിത്തും ആ കുടുംബവും കൃത്യമായി പറയുന്നു. സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും എണ്ണമിട്ട് അജിത്ത് പറയുന്നുണ്ട്. അതിൽ എന്തായാലും അന്വേഷണം നടക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇങ്ങനെ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇത്തരമൊരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി രാത്രി സമയത്ത് മഫ്തിയിൽ പോലീസ് എത്തി ഇങ്ങനെ ഒരാളെ ഒരു യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ചോദ്യമാണ്. അതായത് സംശയമുണ്ടെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താം, നോട്ടീസ് നൽകാം. അങ്ങനെ നിയമപരമായിട്ടുള്ള സാധ്യതകൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ ആ വീട്ടിൽ പ്രായമായിട്ടുള്ള അമ്മയും ആ സ്ത്രീകളൊക്കെയുള്ള വീട്ടിൽ വന്ന് ഇത്തരമൊരു സീൻ അവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇതിലെല്ലാം അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതറ്റം വരെയും, നിയമപരമായി ഏതറ്റം വരെയും പോകും. അത് ഞാൻ സൂചിപ്പിച്ച പോലെ മർദ്ദനത്തിനപ്പുറത്തേക്ക് വലിയ അപമാനമാണ് ആ കുടുംബം നേരിട്ടത്. നാട്ടിൽ കള്ളൻ എന്ന് വിളിപ്പേര് ആ യുവാവിനെ ഉണ്ടാക്കി കൊടുത്തത് പോലീസാണ്. അപ്പോൾ അതിൽ കൃത്യമായ അന്വേഷണം നടക്കണം. ഇതിൽ പോലീസിന്റെ ഭാഗത്താണ് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമ നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഉറപ്പായും അരുൺ, വലിയ നഷ്ടമാണ് ആ കുടുംബത്തിനും ആ ചെറുപ്പക്കാരനും ഉണ്ടായിട്ടുള്ളത്. നിയമപരമായിട്ടല്ല പോലീസ് മുന്നോട്ട് പോയത്. പോലീസ് ഗുണ്ടകളെ പോലെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തി മഫ്തിയിലെത്തിയ പോലീസ് ഈ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ 10 വർഷത്തിൽ ഇത്തരത്തിലുണ്ടായ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹമാണ് ഇന്നത്തെ ആഭ്യന്തരമന്ത്രി. അപ്പോൾ അദ്ദേഹം ഇത് കണ്ടില്ല എന്ന് നടിക്കരുത്, കടുത്ത നിലപാട് സ്വീകരിക്കും, അന്വേഷണം ഉണ്ടാവും, തിരുത്തൽ വരുത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.